ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇവിടെ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. രാത്രിയിൽ ഫുഡ് കാണണ്ടേ? രാത്രിയിൽ സ്പെഷ്യൽ കാണണ്ടേ? രാത്രിയിൽ എന്താ സ്പെഷ്യൽ നോക്കിക്കേ. കുത്തരിയാണ് ഉപയോഗിക്കാറ്, കാര്യം ശരിയാണ്. പക്ഷേ സ്കൂളിൽ നിന്ന് കിട്ടിയ, അതായത് ഇവക്കുട്ടിയുടെ സ്കൂളിൽ നിന്ന് കിട്ടിയ 5 കിലോ അരിയിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇതേപോലെ പട്ടയൊക്കെ ഇട്ടിട്ട് ഒരു ബിരിയാണി റൈസ് പോലെ ആക്കിയെടുത്തതാണ്. ചെറുതായിട്ട് സ്മെല്ലൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. ബിരിയാണി പോലെ ഒന്നും ആയില്ലെങ്കിലും അടിപൊളിയാണ് അങ്ങനെ കഴിക്കാനായിട്ട്. ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. അപ്പം പെട്ടെന്ന് വെന്ത് പോണ അരിയാണ്, അതുകൊണ്ട് നമുക്ക് കുക്കറിലോ കലത്തിലോ അങ്ങനെ ഇട്ട് വേവിക്കാനൊന്നും പറ്റില്ല. നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ കോരി എടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ വെന്ത് ഉടഞ്ഞു പോണ പോലത്തെ അരിയാണ്. അതുകൊണ്ട് ഞാൻ പ്രത്യേക രീതിയിലാണത് ചോറുണ്ടാക്കി വെച്ചിരിക്കുന്നത്. പട്ടയും കരഗ്രാമ്പൊക്കെ ഇട്ടിട്ട് അങ്ങനെ ബിരിയാണിയുടെ രൂപത്തിലൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇച്ചിരി ടേസ്റ്റൊക്കെ തോന്നും. ടേസ്റ്റാണ്. പിന്നെ രാവിലത്തെ കുറച്ച് ബീഫ് കറി ഉണ്ടായിരുന്നു കേട്ടാ. അത് ഞാൻ എന്ത് ചെയ്തു, ഇച്ചിരി മസാലപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ട്, അതായത് ഉരുളക്കിഴങ്ങൊക്കെ ഇട്ടിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് ഒന്ന് സുന്ദര കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട് ആ ബീഫ് കറിയെ. അപ്പോൾ വേണമെങ്കിൽ ചേന ഇടാം, വേണമെങ്കിൽ പച്ചക്കായ ഇടാം, പിന്നെന്തിടാം, പിന്നെ കൂർക്ക ഇടാം, ബീഫും കൂർക്കയും അങ്ങനെ കേട്ടിട്ടില്ലേ, അങ്ങനെയൊക്കെ ഇടാം. ഞങ്ങൾക്ക് ഇഷ്ടം ഉരുളക്കിഴങ്ങാണ് കേട്ടോ. പിള്ളേർക്കാണെങ്കിലും ചുമ്മാ എടുത്ത് കഴിച്ചോളും ഉരുളക്കിഴങ്ങ്. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഇട്ടിട്ടാണ് ഞാനൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. നമുക്ക് രാത്രിത്തേക്ക് കറിയൊക്കെ ഒപ്പിക്കണമല്ലോ. അപ്പോൾ വീട്ടമ്മമാരിങ്ങനെയൊക്കെ ടിപ്പൊക്കെ ഉപയോഗിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് രാത്രി സ്പെഷ്യൽ? വേഗം കമൻറ്റ് ചെയ്യുക, എനിക്ക് കമൻറ്റൊക്കെ വായിക്കാൻ കൊതിയാവണം. പിന്നെ ഗുഡ് നൈറ്റ്, ബൈ.